വിശുദ്ധ ഖുർആൻ കഴിച്ചാൽ ഏറ്റവും പ്രാമാണിക ഗ്രന്ഥമായ സ്വഹീഹുൽ ബുഖാരിയിലാണ് അത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. സ്വഹീഹുൽ ബുഖാരിക്ക് മുമ്പ് മഹാനായ ഹാഫിദ് അബ്ദുർ റസാഖ് തന്റെ അൽ മുസന്നഫിലും അത് റിപ്പോർട്ട് ചെയ്തതായിട്ട് നമുക്ക് കാണാവുന്നതാണ്. അതുപോലെ ധാരാളം മുഹദ്ദിസുകൾ ആ വിഷയം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സുന്നികൾ പറയുന്നത് പ്രമാണബദ്ധമാണ് എന്ന് വ്യക്തമാണ്. സ്വഹീഹുൽ ബുഖാരിയിൽ മഹാനായ ഇമാം ബുഖാരി കൊണ്ടുവന്നത് സ്വഹീഹായ റിപ്പോർട്ടിലൂടെയാണ് എന്നതും ശരിയാണ്. കാരണം ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി തന്നെ വളരെ വ്യക്തമായി പറഞ്ഞത് സ്വഹീഹുൽ ബുഖാരിയിൽ സ്വഹീഹല്ലാത്ത ഒന്നും തന്നെ ഞാൻ ക്രോഡീകരിച്ചിട്ടില്ല എന്നാണ് ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി വ്യക്തമാക്കി പറഞ്ഞിട്ടുള്ളത്. അക്കാര്യം മഹാനായ ഹാഫിദ് ഇബ്നു ഹജർ അസ്ഖലാനി റഹ്മത്തുള്ളാഹി തന്റെ ഹിദായത്തുസ് സാരിയിൽ സീറത്തുൽ ഇമാമിൽ ബുഖാരി എന്ന ഗ്രന്ഥത്തിന്റെ 121 പേജിൽ പറഞ്ഞതായിട്ട് നമുക്ക് കാണാവുന്നതാണ്. ഈ കിതാബാണ്, ഈ ഹാഫിദ് ഇബ്നു ഹജർ അസ്ഖലാനിയുടെ കിതാബാണിത്, ഹിദായത്തുസ് സാരി ലിസീറത്തുൽ ഇമാമിൽ ബുഖാരി എന്ന കിതാബ്. ഇതിന്റെ 121 പേജിൽ വളരെ വ്യക്തമായി തന്നെ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി പറഞ്ഞതായിട്ട് ഇമാം അസ്ഖലാനി റഹ്മത്തുള്ളാഹി വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ലോക മുസ്ലിങ്ങൾ എക്കാലത്തും അംഗീകരിച്ചു പോരുന്ന ഒരു കാര്യമാണ് സ്വഹീഹുൽ ബുഖാരി എന്നത് സ്വഹീഹ് കൊണ്ട് മാത്രം റിപ്പോർട്ട് ചെയ്യപ്പെട്ട രചിക്കപ്പെട്ട ഗ്രന്ഥമാണ് എന്നത്. അതിനെതിരിൽ ആരും തന്നെ ഈ അടുത്ത കാലത്ത് വരേക്കും രംഗത്ത് വന്നിട്ടില്ല. ഈ അടുത്ത കാലത്താണ് വഹാബികൾ സ്വഹീഹുൽ ബുഖാരിയിലുള്ള 60ലധികം ഹദീസുകൾ ദുർബലമാണെന്ന് പറയാൻ തുടങ്ങിയത്. അതിന് ചില കാരണങ്ങളുണ്ട്. സ്വഹീഹുൽ ബുഖാരിയിൽ ചില മുർസലായ ഹദീസുകളൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് കൊണ്ട് മുർസലായ ഹദീസുകളൊക്കെ ദുർബലമാണ്, അസ്വീകാര്യമാണ്, സ്വീകരിക്കാൻ പറ്റാത്തതാണ് എന്ന മാനദണ്ഡം പറഞ്ഞുകൊണ്ടാണ് അവർ സാധാരണ എതിർക്കാറുള്ളത്. എന്നാൽ ആ പറഞ്ഞത് ഏത് മുർസലിനെ കുറിച്ചാണ് എന്ന് അവർ ചിന്തിക്കാറില്ല. അതായത് മഹാന്മാരായ സ്വഹാബത്ത് റിപ്പോർട്ട് ചെയ്ത മുർസലായ ഹദീസുകൾ സ്വഹീഹിന്റെ ഗണത്തിൽപ്പെട്ടതാണ്, അത് സ്വഹീഹാണ് എന്ന് തന്നെയാണ് മുഹദ്ദിസുകൾ, ഹദീസ് പണ്ഡിതന്മാർ, ഹദീസ് നിദാനശാസ്ത്രം പഠിപ്പിച്ച പണ്ഡിതന്മാരൊക്കെ വ്യക്തമാക്കിയിട്ടുള്ളത്. അക്കാര്യം മഹാനായ ഹാഫിദ് അൽ ഫഖീഹ് മുഹർറുൽ മദ്ഹബ് ശാഫിഈ ഇമാമുൻ നവവി റഹ്മത്തുള്ളാഹി തന്റെ അത്തഖരീബ് വത്തൈസീർ എന്ന് പറയുന്ന ഈ ഗ്രന്ഥത്തിന്റെ 34 പേജിൽ വ്യക്തമാക്കിയതായിട്ട് നമുക്ക് കാണാവുന്നതാണ്. അതുപോലെ മുജാഹിദ് പ്രസ്ഥാനക്കാരുടെ ആശയ സ്രോതസ്സും രണ്ടാമത്തെ നേതാവുമായിട്ട് അവർ തന്നെ പറഞ്ഞു പരിചയപ്പെടുത്തിയ ഇബ്നുൽ ഖയ്യിം അൽ ജൗസിയ്യ തന്റെ തഹ്ദീബുസ് സുനൻ എന്ന ഗ്രന്ഥത്തിന്റെ 443 പേജിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നത് ഇബ്നു അബ്ബാസിനെ പോലുള്ള സഹാബത്തിന്റെ ഹദീസുകൾ അതിൽ ഭൂരിഭാഗം മുർസലായ ഹദീസുകളാണ്. എന്നിട്ടും ആ ഹദീസുകളൊക്കെ സ്വീകാര്യമാണ്, സ്വഹീഹാണ് എന്നതിന്റെ മേലിൽ മുസ്ലിം ഉമ്മത്ത് ഏകാഭിപ്രായക്കാരാണ്, ഇത്തിഫാഖായിട്ടുണ്ട്. അക്കാര്യത്തിൽ ഒരാളും തർക്കിച്ചിട്ടില്ല. സലഫ് സ്വാലിഹിൽപ്പെട്ട ഒരാളും തർക്കം പറഞ്ഞിട്ടില്ല. അഹ്ലുൽ ഹദീസിന്റെയും അഹ്ലുൽ ഫുഖഹാവും ഒരാളും തന്നെ അതിന് തർക്കം പറഞ്ഞിട്ടില്ല. ഫുഖഹാക്കളും മുഹദ്ദിസുകളും എല്ലാവരും സലഫ് സ്വാലിഹികളൊക്കെ അത് സ്വീകാര്യമായ ഹദീസുകളാണ് എന്ന് വ്യക്തമാക്കി പറഞ്ഞിട്ടുണ്ട്. ഇതിന്റെ എതിരിൽ അത് ദുർബലമാണെന്ന് പറയുന്നത് ബാത്തിലാണ്, നിഷ്ഫലമാണ്, അസ്വീകാര്യമാണ് എന്നാണ് ഇബ്നുൽ ഖയ്യിം തന്റെ തഹ്ദീബുസ് സുനൻ 443 പറയുന്നത്. അതുകൊണ്ട് തന്നെ ലോക മുസ്ലിങ്ങൾ പറയുന്ന സ്വഹീഹുൽ ബുഖാരിയിലെ ഹദീസ് സ്വഹീഹാണെന്ന് പറഞ്ഞത് വളരെ സ്പഷ്ടമായും നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെയുള്ള ഹദീസ്, ആ ഹദീസ് ഉദ്ധരിച്ച് ധാരാളം ഹദീസ് മുഹദ്ദിസ് ഉദ്ധരിച്ചിട്ടുണ്ട്. ഇമാം ബൈഹഖി ഉദ്ധരിച്ചിട്ടുണ്ട്, മുഹീസുന ഇമാം ബഗവി ഉദ്ധരിച്ചിട്ടുണ്ട്, അതുപോലെ ഇബ്നു ബത്താ ഉദ്ധരിച്ചിട്ടുണ്ട്, അസ്ഖലാനി ഉദ്ധരിച്ചിട്ടുണ്ട്, ഒരുപാട് പണ്ഡിതന്മാർ ഉദ്ധരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ ആ ഹദീസ് പറഞ്ഞതിന്റെ കൂട്ടത്തിൽ പറഞ്ഞു അബൂലഹബിക്ക് മാത്രമല്ല അബൂ ത്വാലിബിനിക്കും അതുപോലെ മറ്റു ചില കുഫാറുകൾക്കൊക്കെ അങ്ങനെ തഖ്ഫീഫുൽ അദാബ് ലഭിക്കാൻ പറ്റും, അങ്ങനെ സംഭവിക്കാം എന്ന് വളരെ വ്യക്തമായിക്കൊണ്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അക്കാര്യം ഇമാം ഹാഫിദ് ഇബ്നു ഹജർ അസ്ഖലാനി റഹ്മത്തുള്ളാഹി തന്റെ അൻ-നുഖത്തു അലാ സ്വഹീഹുൽ ബുഖാരി എന്ന് പറയുന്ന ഈ ഗ്രന്ഥത്തിന്റെ 2ാം വാള്യം 192 പേജിൽ വ്യക്തമാക്കിയതായി നമുക്ക് കാണാം. അതിൽ മഹാനവർ പറയുന്നു, വയസ്ഫഉ നബി തങ്ങൾ ശഫാഅത്ത് ചെയ്യും ഫി ബഅദിൽ കുഫാരി, ചില കാഫിറുകൾക്ക്, ബി തഖ്ഫീഫിൽ അദാബി, ശിക്ഷ ലഘൂകരിക്കൽ കൊണ്ട്, കമാ സഹഹ ഫി ഹഖ്ഖി അബി ത്വാലിബിൻ, അബൂ ത്വാലിബിന്റെ കാര്യത്തിൽ അത് സ്വഹീഹായി വന്നിട്ടുണ്ട്. അതുപോലെ വേറെയും ആളുകൾക്ക് എന്താക്കാൻ കഴിയും, അങ്ങനെ ശിക്ഷ മഹാനായ നബി തങ്ങളുടെ ശഫാഅത്ത് കൊണ്ട് ലഘൂകരിക്കപ്പെടാൻ സാധിക്കും, പറ്റും എന്ന് വ്യക്തമാക്കിയതായി കാണാം.
ഇത്രത്തോളം വഹാബി പ്രസ്ഥാനത്തിന്റെ ഈ അടുത്ത കാലത്ത് മരണപ്പെട്ടു പോയ സൗദിയിലെ വഹാബി പണ്ഡിതനായ മുഹമ്മദ് ബിൻ സാലിഹ് അൽ ഉസൈമീൻ തന്റെ ശറഉൽ ഉമ്മത്തുൽ ഇഅ്തിഖാദ് എന്ന ബുക്കിൽ പറഞ്ഞത്, നബി തങ്ങളുടെ ശഫാഅത്ത് കൊണ്ട് അബൂ താലിബിനിക്ക് എന്താകുന്നുണ്ട്, നരകത്തിൽ ശിക്ഷ ലഘൂകരിക്കപ്പെടുന്നുണ്ട് എന്ന് വളരെ വ്യക്തമായിക്കൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ശറഉൽ ഉമ്മത്തുൽ ഇഅ്തിഖാദ് എന്ന ഗ്രന്ഥത്തിന്റെ 88ാമത്തെ പേജിലും വ്യക്തമായി പറഞ്ഞതായിട്ട് നമുക്ക് കാണാവുന്നതാണ്. അങ്ങനെ ഇക്കാര്യം സംഭവ്യമാണ് എന്നത് പണ്ഡിതന്മാരൊക്കെ അംഗീകരിച്ചാണ്, ധാരാളം പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇവിടെ നമുക്ക് പറയാനുള്ളത്, മഹാനായ നബി തങ്ങളുടെ ജനനം കൊണ്ട് സന്തോഷിച്ച് ആ കാരണത്താൽ തന്റെ അടിമസ്ത്രീയായ സുവൈബയെ മോചിപ്പിച്ചത് കൊണ്ടാണ് അങ്ങനെ ലഘൂകരിക്കപ്പെടുന്നത് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ടോ എന്നതുകൂടി ആ ചർച്ചയാണ് നമ്മളുടെ പ്രസക്തമായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത്. അക്കാര്യം ലോകത്തുള്ള നിരവധി പണ്ഡിതന്മാരെ വിശദീകരിച്ചിട്ടുണ്ട്. ധാരാളം പണ്ഡിതന്മാർ അക്കാര്യം വിശദീകരിച്ച് നമുക്ക് കാണാവുന്നതാണ്. ഇപ്പൊ നമ്മൾ കൂടുതൽ ആളുകൾ നമുക്ക് ഉദ്ധരിക്കാൻ സമയമില്ലാത്തത് കൊണ്ട് വളരെ വഹാബികൾക്ക് അംഗീകരിക്കപ്പെടാവുന്ന ചില ആളുകൾക്ക് മാത്രം ഉദ്ധരിക്കാവുന്നതാണ്. അതിന് ഉദ്ധരിക്കാം നമുക്ക്. ഇത് നമ്മുടെ ഗ്രന്ഥം മുഹമ്മദ് പ്രസ്ഥാനക്കാരെ ഏറ്റവും അംഗീകരിക്കുന്ന പണ്ഡിതനായ ഇബ്നു കസീർ, ആ ഇബ്നു കസീറിന്റെ അൽ ബിദായത്തു വൻ നിഹായ എന്ന് പറയുന്ന ഗ്രന്ഥമാണ്. ഈ അൽ ബിദായത്തു വൻ നിഹായ എന്ന ഗ്രന്ഥത്തിന്റെ മഹത്വം അദ്ദേഹം പറയുന്നത് അതിന്റെ തുടക്കത്തിൽ 14ാം പേജ് 1ാം വാള്യത്തിൽ പറയുന്നത് നമുക്ക് കാണാം. എന്താ പറയുന്നത്? വഇന്നമൽ ഇഅ്തിമാദു വൽ ഇസ്തിനാദു അലാ കിതാബില്ലാഹി വസുന്നത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ ഇഅ്തിമാദ്, നാം ചാരണകളൊന്നും അവലംബമാക്കുന്നതും അള്ളാഹുവിന്റെ കിതാബും നബിതങ്ങളുടെ സുന്നത്തുമാണ്. മാ സഹ നഖ്ലുഹു ഔ ഹസന, സഹീഹായി വന്നതും അതുപോലെ ഹസനായി വന്നതും. വമാ കാന ഫീ ദുഅഫുൻ നുബയ്യിനുഹു, വല്ല ദുർബലമായതും നമ്മൾ ഇതിൽ ഉദ്ധരിക്കുന്നുണ്ടെങ്കിൽ, നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് വ്യക്തമായി നമ്മൾ പറഞ്ഞു തരികയും ചെയ്യും, വ്യക്തമാക്കി തരികയും ചെയ്യും, അത് ദുർബലമാണെന്ന് പറയുകയും ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ കിതാബിന്റെ ആമുഖം അദ്ദേഹം തുടങ്ങുന്നത്. ഈ കിതാബിൽ അതിന്റെ 2ാം വാള്യം 230ാമത്തെ പേജിൽ ഇബ്നു കസീർ പറയുന്നത് നമുക്ക് നോക്കാം. അദ്ദേഹം ഈ ഹദീസ് ആദ്യം ബുഖാരിയുടെ ഹദീസ് ഉദ്ധരിച്ചതിന് ശേഷം പറയുന്നു എന്ത്, മഹാനായ 581 വഫാത്തായ മഹാനായ ഇമാം സുഹൈലി റഹിമഹുല്ലാഹി തൊട്ട് ഉദ്ദേശിക്കുന്നത് അദ്ദേഹം പറയുന്നത്, ഖാലു, ഈ അബൂലഹബിനെ കുറിച്ച് വന്ന സംഭവം പറഞ്ഞിട്ട് പറയാണ്, ഖാലു ലിഅന്നഹു ലമ്മ ബശറതുഹു സുവൈബ, അബൂലഹബിനോട് ഈ സുവൈബ് എന്താക്കി, സന്തോഷവാർത്ത അറിയിച്ചു. ബിമീലാദി ഇബ്നി അഖീഹി മുഹമ്മദ് ബിൻ അബ്ദുല്ലാ, അബ്ദുള്ളയുടെ മകൻ മുഹമ്മദ് എന്ന മഹാനായ നബി തങ്ങളെ കൊണ്ടുള്ള അവിടുത്തെ ജനനത്തെ കൊണ്ടുള്ള റിപ്പോർട്ട്, ജനിച്ചു എന്ന റിപ്പോർട്ട് സന്തോഷവാർത്ത അറിയിച്ചു. അഅ്തഖഹ മിൻ സഅ, ആ സമയത്ത് എന്താക്കി, സുവൈബയെ അബൂലഹബ് എന്താക്കി, അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ചു. ഫജൂസിയ ബിദാലിക, അങ്ങനെ മോചിപ്പിച്ച കാലത്ത് റസൂലുള്ളാഹിന്റെ ജനനം കൊണ്ട് സന്തോഷം അറിയിച്ച കാലത്താലാണ് മോചിപ്പിച്ചത്. എന്തുകൊണ്ടാണ് ഈ തഖ്ഫീഫുൽ അദാബ് എല്ലാ തിങ്കളാഴ്ചയും ലഭിക്കുന്നത് എന്ന് വളരെ വ്യക്തമായി കൊണ്ട് തന്നെ ഇബ്നു കസീർ അൽ ബിദായത്തു വൻ നിഹായ 2ാം വാള്യം 230 പറഞ്ഞതായിട്ട് നമുക്ക് കാണാവുന്നതാണ്. ഇനി ഇബ്നു കസീർ ഒന്നുകൂടി വിശദീകരിക്കുന്നു. അദ്ദേഹത്തിന്റെ മൗലിദ് കിതാബാണിത്, മൗലിദിന്റെ കിതാബ്, ദിക്റു മൗലിദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വറദാഇഹി എന്ന കിതാബിന്റെ പേര്. ആ കിതാബിനെ കുറിച്ച് അദ്ദേഹം പറയുന്നതാണ്, കിതാബിൽ വളരെ വ്യക്തമായി നബി തങ്ങളുടെ മദ്ഹും നബി തങ്ങളുടെ ജനന ദിവസം വളരെ പ്രധാനപ്പെട്ട ദിനമാണെന്നും മഹത്തമായ ദിനമാണെന്നൊക്കെ വ്യക്തമാക്കുന്നുണ്ട്. അതിന് തുടക്കത്തിൽ അദ്ദേഹം പറയുന്നത് കേൾക്കാം. ഇബ്നു കസീർ എന്താ പറയുന്നത്? ഈ കിതാബ് ഫഹാദാ ദിക്റു ശൈഇൻ മിൻ ദിക്റിൽ അഹാദീസി വൽ ആസാരിൽ മുതഅല്ലിഖത്തി ബി മൗലിദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ ഈ രചിക്കുന്ന കിതാബ് ചില ഹദീസുകളും അതുപോലെ ചില അസറുകളൊക്കെ ഉദ്ധരിക്കുന്ന കിതാബാണ്. എന്തിനെ കുറിച്ചുള്ള? നബിതങ്ങളുടെ ജനനത്തെക്കുറിച്ച്, നബിതങ്ങളുടെ ജന്മത്തെക്കുറിച്ചുള്ള ഹദീസുകളും അസറുകളും റിപ്പോർട്ട് ചെയ്യണം. എങ്ങനത്തെ ഹദീസും അസറുമാണാൽ മങ്കൂലത്തിൽ മഖബൂലത്തി ഇൻദൽ ഉഹ്ഫാത്തിൽ മുത്തഖീന വൽ അഇമ്മത്തിൻ നാഖിദീൻ, അത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്, സ്വീകാര്യമായതാണ്. ആരടുക്കൽ? വളരെ നിപുണരായ ലക്ഷക്കണക്കിന് ഹദീസ് മനപ്പാടമുള്ള ഹാഫിദുകളുടെ അടുക്കലും അതുപോലെ കല്ലും നെല്ലും വേർതിരിക്കാൻ കഴിയുന്ന, സ്വീകാര്യമായതും അസ്വീകാര്യമായതും ഒക്കെ വേർതിരിക്കാൻ കഴിയുന്ന ഇമാമുകളുടെ അടുക്കലൊക്കെ സ്വീകരിക്കപ്പെടാവുന്ന സ്വീകാര്യതയുള്ള ചില ഹദീസുകളും അതുപോലെ അസറുകളുമാണ് ഞാൻ ഇതിൽ റിപ്പോർട്ട് ചെയ്യുന്നത് എന്ന് പറഞ്ഞ് അദ്ദേഹം തുടക്കത്തിൽ പറയുന്നു. അതിന്റെ 28ാമത്തെ പേജിൽ അവിടെ പറയുന്നത് റസൂലുള്ളാഹി തങ്ങളുടെ എന്തിനെ കുറിച്ചാണ്? റളാഇനെ കുറിച്ചാണ്. നബി തങ്ങൾക്ക് പാലൂട്ടിയ ആളുകളെ കുറിച്ചുള്ള വിശദീകരിക്കുന്ന സ്ഥലത്ത് ദിക്റു റളാഇ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന ടൈറ്റിൽ കൊടുത്തുകൊണ്ട് പറയുന്നു, അവ്വലു മാ അർളഅതുഹു സുവൈബത്തു, ആദ്യമായി നബി തങ്ങൾക്ക് മുല ഊട്ടിയത് ആരാണ്?
സുവൈബത്തുൽ അസ്ലമിയ എന്ന് പറയുന്ന അടിമ സ്ത്രീയാണ്. മൗലാത്തു അമ്മിഹി അബീ ലഹബ്, അബൂലഹബിന്റെ അടിമയാണ്. കാനത്ത്, ആ സുവൈബയായിരുന്നു ഖദ് ബശ്ശറത്ത് അമ്മഹു, നബി തങ്ങളുടെ അമ്മായ അബൂലഹബിനിക്ക് സന്തോഷവാർത്ത അറിയിച്ചു. ബി മീലാദിഹി, നബി തങ്ങളുടെ ജനനം കൊണ്ട്. ഫഅഅതഖഹ ഇൻദ ദാലിക, ആ സമയത്ത് എന്താക്കി? അബൂലഹബ് സുവൈബത്തുൽ അസ്ലമിയ എന്ന് പറയുന്ന അടിമ സ്ത്രീയെ മോചിപ്പിച്ചു എന്ന് പറഞ്ഞ ശേഷം വീണ്ടും ഇബ്നു കസീർ പറയുന്നു, ഒലിഹാദ, ഇക്കാര്യത്തിന് വേണ്ടിയാണ് ലമ്മാ റആഹു അഖൂഹുൽ അബ്ബാസ്, ആ അബൂലഹബിനെ കണ്ടു ആര്? തന്റെ സഹോദരൻ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ്. പാത്തമാമാത്ത, അബൂലഹബ് മരണപ്പെട്ട ശേഷം അബൂലഹബിനെ സ്വപ്നത്തിൽ കാണുകയാണ് അബ്ബാസ് റളിയല്ലാഹു അൻഹു. വറആഹു ഫി ശർരി ഹാലത്തിൻ, വളരെ മോശമായ രീതിയിലാണ് അബൂലഹബിനെ അബ്ബാസ് റളിയല്ലാഹു അൻഹു കണ്ടത്. ഫഖാല ലഹു, ആ സമയത്ത് ചോദിച്ചു, മാ ലഖീത, എന്ത് ലഭിച്ചു, എന്തൊക്കെയാണ് തങ്ങൾ അനുഭവിച്ചത്, കണ്ടുമുട്ടിയത്? ഫഖാല, ആ സമയത്ത് അബൂലഹബ് പറയാണ്, ലം അൽഖ ബഅദകും ഖൈറൻ, നിങ്ങൾക്ക് ശേഷം ഞാൻ ഒരു ഖൈറിനെയും എത്തിച്ചിട്ടില്ല. ഗൈറ അന്നി സുഖീതു ഫി ഹാദിഹി വഅശാര ഇല നുഖറത്തി അല്ലതി ഫിൽ ഇബ്ഹാമി ബിഅതാഖതി സുവൈബ, പക്ഷേ എനിക്കെന്തുണ്ട്, എന്റെ ഈ ഇബ്ഹാമിന്റെ തള്ളവിരലിന്റെ ഇടയിലൂടെ എന്താക്കുന്നുണ്ട്? വെള്ളം കുടിപ്പിക്കപ്പെടുന്നുണ്ട്. അതെന്ത് കാരണം കൊണ്ട്? സുവൈബയെ മോചിപ്പിച്ച കാരണം കൊണ്ട് എനിക്ക് ഈ തള്ളവിരലിന്റെ ഇടയിലൂടെ വെള്ളം ലഭിക്കുന്നുണ്ട് എന്നത് മാത്രമാണുള്ളത്. വേറെ ഒന്നും എനിക്കെന്താക്കിയിട്ടില്ല, ലഭിച്ചിട്ടില്ല, ഞാൻ എത്തിച്ചിട്ടില്ല എന്ന് വ്യക്തമായി കൊണ്ട് തന്നെ പറഞ്ഞ സംഭവം ഇബ്നു കസീർ തന്റെ മൗലിദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുന്ന കിതാബിന്റെ 28ാമത്തെ പേജിൽ വളരെ വ്യക്തമായി തന്നെ പഠിപ്പിക്കുകയുണ്ടായി. അപ്പോ മുജാഹിദ് പ്രസ്ഥാനത്തിന് ആധികാരിക പണ്ഡിതനായ ഇബ്നു കസീറും പറഞ്ഞു. ഇനി അടുത്തത് ആരാണ് പറയുന്നത് നോക്കുക. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ രണ്ടാമത്തെ നേതാവായ ഇബ്നുൽ ഖയ്യിം എന്ന് പറയുന്ന പണ്ഡിതൻ. ഇബ്നു തൈമിയ്യയ്ക്ക് ശേഷം ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ പതാകവാഹകനായി എന്ന് ഇസ്ലാഹി പ്രസ്ഥാന ചരിത്രത്തിന് ആമുഖം എന്ന പുസ്തകത്തിൽ പരിചയപ്പെടുത്തിയ ഇബ്നുൽ ഖയ്യിം അദ്ദേഹത്തിന്റെ തുഹ്ഫത്തുൽ മൗദൂദ് ബി അഹ്കാമിൽ മൗലൂദ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിന്റെ 33ാമത്തെ പേജിൽ പറയുന്നതാണ് ഞാൻ വായിക്കുന്നത്. അദ്ദേഹം പറയുന്നു, വലമാ ഉലിദ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, മഹാനായ നബി തങ്ങൾ ജനിക്കപ്പെട്ടപ്പോൾ, ബശ്ശറത്ത് ബിഹി, ആ ജനനം കൊണ്ട് സന്തോഷവാർത്ത അറിയിച്ചു, സുവൈബത്തുൽ അസ്ലമിയ എന്ന് പറയുന്ന അടിമ സ്ത്രീ, അമ്മഹു അബാ ലഹബിൻ, നബി തങ്ങളുടെ അമ്മായ അബൂലഹബിനിക്ക് വിവരം അറിയിച്ചു. വകാന മൗലാഹ, ആ അബൂലഹബ് ഈ സുവൈബയുടെ യജമാനനായിരുന്നു. വഖാലത്ത്, ആ സുവൈബ് പറയാണ്, ഖദ് ഉരിദ ലൈലത ലി അബ്ദുല്ലാഹി ഇബ്നുൻ, ഈ രാത്രിയിൽ അബ്ദുല്ലാഹ്ക്ക് ഒരു മകൻ ജനിച്ചിട്ടുണ്ട് എന്നാണ് പറഞ്ഞത് അബൂലഹബിനോട്. ഫഅഅതഖഹ അബൂലഹബിൻ സുറൂറൻ ബിഹി, ആ സമയത്ത് എന്താക്കി? നബി തങ്ങൾ ജനിച്ചു എന്ന സന്തോഷം കൊണ്ട് അബൂലഹബ് എന്താക്കി? സുവൈബത്തുൽ അസ്ലമിയെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കുകയാണ് ഉണ്ടായത്. എന്നിട്ട് ഇബ്നുൽ ഖയ്യിം പറയുന്നത് കേട്ടോളി, ഫലം യുദയ്യില്ലാഹു ദാലിക ലഹു, ആ സന്തോഷം കൊണ്ടുള്ള ആ എഴുത്താക്കണ്ടല്ല, മോചിപ്പിക്കുക എന്നുള്ളത് അള്ളാഹു വെറുതെ ആക്കിയിട്ടില്ല, പാഴാക്കി കളഞ്ഞിട്ടില്ല. പിന്നെന്ത് സംഭവിച്ചത്? വസഖാഹു ബഅദ മൗതിഹി ഫിൻ നുഖറത്തി അല്ലതി ഫി അസ്ലി ഇബ്ഹാമിഹി, തന്റെ തള്ളവിരലിന്റെ മുരടിലൂടെ ആർക്ക്? അബൂലഹബിനിക്ക് മരണശേഷം അള്ളാഹു വെള്ളം കുടിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ സന്തോഷ പ്രകടനം എന്താക്കിയിട്ടില്ല, അള്ളാഹു അബൂലഹബിനിക്ക് വെറുതെ ആക്കിയിട്ടില്ല, പാഴാക്കിയിട്ടില്ല എന്ന് വളരെ വ്യക്തമായി കൊണ്ട് തന്നെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പതാക വാഹകനാണെന്ന് അവർ തന്നെ പരിചയപ്പെടുത്തിയ ഇബ്നുൽ ഖയ്യിമുൽ ജൗസിയ എന്ന് പറയുന്ന പണ്ഡിതൻ തന്റെ തുഹ്ഫത്തുൽ മൗദൂദ് ബി അഹ്കാമിൽ മൗലൂദ് എന്ന ഗ്രന്ഥത്തിന്റെ 33ാമത്തെ പേജിലും വളരെ വ്യക്തമായി തന്നെ ഇക്കാര്യം പ്രതിപാദിച്ചതായിട്ട് നമുക്ക് കാണാവുന്നതാണ്. ഇനി കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പൂർവ്വ നേതാക്കൾ എന്ത് പറഞ്ഞു എന്നും കൂടി നമുക്ക് പരിശോധിക്കാം. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഔദ്യോഗിക മുഖപത്രമായ അൽമനാർ, അവരുടെ പ്രസ്ഥാനത്തിന്റെ ആദർശത്തിന്റെ ശക്തി ദുർഗമാണെന്നും പരിചയപ്പെടുത്തിയ അൽമനാർ, ആ അൽമനാറിന്റെ എഡിറ്റർ 1980കൾക്ക് ശേഷം പോലും എഡിറ്ററായി വർക്ക് ചെയ്തിരുന്ന PK മൂസ മൗലവി എന്ന് പറയുന്ന അവരുടെ മൗലവിയുടെ തഫ്സീറുൽ ഖുർആൻ അൽ ഹക്കീം, പരിശുദ്ധ ഖുർആൻ പരിഭാഷയും വ്യാഖ്യാനവും എന്ന് പറയുന്ന പരിഭാഷയുടെ 30ാമത്തെ ഭാഗം, അമ്മ ജുസുഇന്റെ പരിഭാഷ, ആ പരിഭാഷയാണ് ഇത്. അതിൽ വളരെ വ്യക്തമായി അതിന്റെ 227ാമത്തെ പേജിൽ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നേതാവായ മൂസ മൗലവി പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനത്തിൽ അബൂലഹബ് ആഹ്ലാദം കാണിച്ചതുകൊണ്ടും അവർക്ക് ശിക്ഷ അത്രത്തോളം ലഘൂകരിക്കപ്പെടുമെന്ന് ഹദീസിൽ വന്നിട്ടുള്ളതും ഈ അവസരത്തിൽ സ്മർത്തവ്യമാണ്, അഥവാ സ്മരിക്കേണ്ടതാണ്, നമ്മൾ ഓർക്കേണ്ടതാണ് എന്ന് വളരെ വ്യക്തമായി കൊണ്ട് തന്നെ അതിന്റെ 227ാമത്തെ പേജിൽ വളരെ വ്യക്തമായി മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ കേരളത്തെ പൂർവ്വ നേതാവായ PK മൂസ മൗലവി അദ്ദേഹത്തിന്റെ
ഖുർആൻ പരിഭാഷയിൽ വ്യക്തമാക്കി. അതുപോലെ തന്നെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ മദ്രസയിലേക്ക് തയ്യാറാക്കിയിരുന്ന ഖുലാസത്ത് താരിഖുൽ ഇസ്ലാമി എന്ന് പറയുന്ന EK മൗലവി അവതാരിക എഴുതിയതായിരിക്കുന്ന ഉണ്ണിക്കുട്ടി മൗലവി എഴുതിയ ആ ഖുലാസത്തുൽ ഫിഖ്ഹിൽ താരിഖുൽ ഇസ്ലാമി എന്ന ഗ്രന്ഥത്തിലും ആ പുസ്തകത്തിലും ഇക്കാര്യം വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സുന്നികൾ മാത്രമല്ല ഈ വിഷയം പറയുന്നത് എന്ന് എല്ലാവരും മനസ്സിലാക്കണം. അഹ്ലുസുന്നത്ത് ജമാഅത്ത് പറയുന്ന ഈ ആശയവും ആദർശവും ഒരു കാലത്ത് വഹാബി പ്രസ്ഥാനക്കാരും പറഞ്ഞിരുന്നു എന്നതും നാം മറക്കാൻ പാടില്ല. അവരുടെ പൂർവ്വകാല നേതാക്കളും അത് കാര്യം പഠിപ്പിക്കുന്നുണ്ട് എന്നും കൂടി നാം ഓർക്കണം. സത്യം സത്യമായി മനസ്സിലാക്കാൻ അല്ലാഹു നമുക്കും നാമുമായി ബന്ധപ്പെട്ടവർക്കും ഭാഗ്യം നൽകുമാറാവട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.